നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനിത്യനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായിട്ടുള്ള നല്ല സന്ധ്യാസമയത്തിന് കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. നിന്റെ സ്നേഹത്തിനായി സ്തോത്രം. നിത്യസ്നേഹം കൊണ്ട് നീ ഞങ്ങളെ സ്നേഹിച്ച് നിന്റെ നീതി നിമിത്തം ഞങ്ങളെ വിടിവിച്ച് നിന്റെ മഹാശക്തിയെ ദിനം പ്രതി കാക്കുന്നല്ലോ. നിന്നോട് അനുരൂപരായി തീരുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ദിവസം പ്രതി കർത്താവ് നൽകുന്ന സാഹചര്യങ്ങൾക്കായി സ്തോത്രം. പലപ്പോഴും ഞങ്ങളുടെ ബലഹീനത ഞങ്ങളത് കർത്താവെ വ്യർത്ഥമാക്കുന്നുണ്ട്. നിന്റെ കൃപയെ വ്യർത്ഥമാക്കാതെ കർത്താവെ, നീ ഞങ്ങൾക്ക് നൽകുന്ന നല്ല സാഹചര്യങ്ങൾ ഉപകാരപ്പെടുത്തി നിന്നോട് സദൃശ്യമായി തിരുവനന്തപുരം നിന്റെ വലങ്കൈ ഞങ്ങൾ പിടിക്കുമാറാകട്ടെ. കർത്താവ്, നിന്റെ പരിശുദ്ധാത്മാവിനല്ലാതെ സാധ്യമല്ലല്ലോ. ഞങ്ങളുടെ ബലഹീനതയ്ക്കും നിന്റെ കൃപ കൊണ്ട് കവിഞ്ഞ് ഈ ശബ്ദം ഇപ്പോൾ ലൈവായിട്ട് കേൾക്കുന്നൊരു യൂട്യൂബിൽ കേൾക്കുന്നതിനെയും കർത്താവ് നിങ്കിലേക്ക് ആകർഷിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുവഴുത്തുള്ള ധ്യാനിപ്പാൻ കൃപ നൽകിയാട്ടെ. നിന്റെ സാന്നിധ്യം ഓരോ വാക്കുകളുമേ കർത്താവ് നീ തന്നെ പ്രവർത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്നവരുടെ ഹൃദയങ്ങളെ ചെവികളെ പരിച്ഛേദന ചെയ്താട്ടെ. ഈ പരിസരങ്ങളെ, ഈ ശബ്ദം കടങ്ങുന്ന പരിസരങ്ങളെ യൂട്യൂബിൽ കേൾക്കുന്ന ജനത്തിന് നിന്റെ നാമത്തിൽ നിന്റെ പ്രായശ്ചിത്തം ഇതുമായിട്ട് സാങ്ക്ടിഫൈ ചെയ്യുന്നു. മഹത്വം ക്രൂശിന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠമായ നാമത്തിൽ വീണ്ടും ഒരിക്കൽ കൂടെ റിലേഷൻസ് ഓഫ് ക്രൈസ്റ്റ് ടു ദ ചർച്ച്, അല്ലെങ്കിൽ ക്രിസ്തുവിൽ അവൻ്റെ സഭയുമായിട്ടുള്ള ബന്ധം. ആ സഭ എന്ന് പറയുമ്പോൾ, ചർച്ച് എന്ന് പറയുമ്പോൾ നാം ഓരോരുത്തരും വ്യക്തികളാണ് എന്ന കാര്യം പ്രത്യേകമായിട്ട് ഓർക്കണം. ഇത് ശരിക്കും മനസ്സിലാകാത്തതുകൊണ്ടാണ് പലവരും എന്തിനാ പഴയ നിയമത്തിൽ നിന്ന് വാക്യങ്ങൾ പറയണത്, എന്തുകൊണ്ടാണ് സമാഗമന കൂടാരത്തെക്കുറിച്ച് അടിക്കടിക്കടി ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കിട്ട് എന്തിനാ ഈ നിയമപ്പെട്ടകത്തിൻ്റെ കൃപാസനത്തിൻ്റെ ചിത്രം കാണിക്കുന്നത്, ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ വരും. ഇത് നമ്മൾ വളരെ വ്യക്തമായിട്ട് പറയണം. മനസ്സിലാക്കിയാലേ ഇതിൻ്റെ ഔന്നിത്യം മനസ്സിലാകുകയുള്ളൂ, സീരിയസ്നെസ് മനസ്സിലാകുകയുള്ളൂ. ആദ്യമായിട്ട് ദൈവത്തിന് വസിക്കാൻ ഇസ്രായേൽ ജനത്തിൻ്റെ മധ്യത്തിൽ ദൈവത്തിന് വാസസ്ഥലം വേറെ ഇല്ലാതെയല്ല, മനുഷ്യനോടുള്ള തൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുന്ന ഒരു പ്രവൃത്തിയാണ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം തുടങ്ങി ആദ്യോടെ എന്ന വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം വരേക്കും നാം കാണുന്നത്. തെറ്റായിപ്പോയ മനുഷ്യനെ ഉടനെ ശിക്ഷിക്കേണ്ടതാണ് ദൈവത്തിൻ്റെ ന്യായപ്രമാണം, ഡിവൈൻ ജസ്റ്റിസ് പറയുന്നത്. എന്നാൽ ഒരു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ ഉണ്ടാക്കിക്കൊണ്ട് തൻ്റെ പുത്രൻ ഒരു പരമയാഗത്തിലൂടെ മാനവജാതി രക്ഷിക്കുമെന്നുള്ള ഒരു പ്രവചനം ഉൽപ്പത്തി 3:15 ഞാൻ നിനക്കും സ്ത്രീക്കും അവരുടെ സന്തതിക്കും നിൻ്റെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും, അവൻ നിൻ്റെ തലയെ തകർക്കും എന്ന് പറഞ്ഞ് മനുഷ്യനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയെ ഡൈവേർട്ട് ചെയ്ത് കളഞ്ഞ, അല്ലെങ്കിൽ മനുഷ്യൻ്റെ കയ്യിൽ കൊടുത്തിരുന്ന അധികാരത്തെ മനുഷ്യനാണ് സേറ്റാന് കൊടുത്തു കളഞ്ഞത്. ആ പദ്ധതിയാണ് കർത്താവ് ക്രൂശിൽ നിവർത്തിച്ച് അമ്മ 1 ജോൺ 3:9 പറയും പ്രകാരം പിശാചിൻ്റെ പ്രവൃത്തികൾ അഴിപ്പാനല്ലോ ദൈവപുത്രൻ വെളിപ്പെട്ടത്. അതഴിച്ചു. ഇന്ന് ആ അധികാരം സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ളവനായി ക്രിസ്തു യേശുവിൻ്റെ അധികാരം അവന് വസിക്കുന്ന സഭയ്ക്കുണ്ട് എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തികൾക്കുമുണ്ട്. ഇത് നിങ്ങളൊന്ന് പ്രാക്ടിക്കലായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്ലാസ്സുകൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ചരിത്രപരമായ വിശ്വാസം കൊണ്ട് നടക്കില്ല. ഉയർത്തെഴുന്നേറ്റവനായി ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വസിച്ച്, ക്രിസ്തുവിനെക്കുറിച്ചുള്ള ചരിത്രപരമായ വിശ്വാസം വിശ്വസിക്കാൻ ഒത്തിരി പേരുണ്ട്. ഉയർത്തെഴുന്നേറ്റവനായി ക്രിസ്തു നമ്മളിൽ വസിച്ചാൽ അവനുള്ള സകല അധികാരത്തിനും അവനുള്ള റൈഷ്യസ്നെസ്സും എല്ലാത്തിനും നാം അവരോട് കൂടെ ഈക്വലായിട്ട് അവകാശികളാണ്. നമ്മുടെ ഗ്രോത്ത് അനുസരിച്ചാണ് കർത്താവ് നമ്മളത് ഇമ്പാർട്ട് ചെയ്യുന്നത്. സ്തോത്രം. അതുകൊണ്ട് പുത്രനോട് അനുരൂപരായി തീരുവാൻ, ക്രിസ്തു എന്ന തലയോട് സകലത്തിലും വളർന്നു വരുവാൻ എങ്ങനെയാണ് നമുക്ക് സാധിക്കുന്നത് എന്ന് വിശദീകരിക്കാനാണ് ഈ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 84-85 എപ്പിസോഡുകളായി ഇടയ്ക്ക് വന്ന് കയറുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അതിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് വരുമ്പോഴാണ് ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുവിനെന്നുള്ള ടോപ്പിക് എടുത്ത് നമ്മളിപ്പോൾ ഏകദേശം 10-20 എപ്പിസോഡായി. അതിനിടയ്ക്ക് ഈ സമകാലികമായിട്ട് ഈ ആഭരണ വിഷയം കടന്നു വന്നുകൊണ്ട് 5-6 എപ്പിസോഡുകൾ അതിലേക്ക് പോകേണ്ടി വന്നു. അതൊക്കെയും ഇതിനകത്ത് പെട്ടത് തന്നെയാണ്. ഇത് ഒരു സബ്ജക്റ്റ് ഡൈവേർട്ട് ചെയ്ത് പോകുന്നതല്ല, ചർച്ചിനെ ഡിഫൈൽ ചെയ്യത്തക്ക വേണം ശത്രുവായും പല വിധത്തിലും. അപ്പോസ്തലൻ പൗലോസ് പ്രവൃത്തിയുടെ 20-ാം അധ്യായത്തിൽ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ വിപരീത ഉപദേശവുമായിട്ട് ചിലർ എഴുന്നേൽക്കും. അതൊക്കെ നമ്മൾ കാണുന്നത്.
ഞാൻ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ കടക്കുന്നില്ല. എന്തുകൊണ്ടാണ് കർത്താവിനും അവൻ്റെ അമിതബലത്തിൽ ഇന്ന് സഭയ്ക്ക് അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ശക്തിപ്പെടാൻ പറ്റാത്തത്? നമ്മൾ സ്റ്റിൽ, ഞാൻ നിങ്ങളിൽ നല്ല പറഞ്ഞ, നമ്മളിൽ സ്റ്റിൽ സെൽഫുണ്ട്, നമ്മുടെ സ്വയ ഇച്ഛകളുണ്ട്. ഈ സ്വയ ഇച്ഛകളുള്ളിടത്ത് കർത്താവ് പ്രവർത്തിക്കുകയില്ല. എന്നാൽ നമ്മുടെ ഗ്രോത്തിനനുസരിച്ച് അവൻ്റെ കൃപ കൊണ്ട് നമ്മളെ താങ്ങി, നമ്മുടെ ബലഹീനത കവിഞ്ഞു വരുന്ന അവൻ്റെ കൃപ കൊണ്ട് സമയാസമയത്തിന് അവൻ്റെ അധികാരം നമ്മൾ കൂടെ വെളിപ്പെടുത്തും. നമ്മൾ വ്യക്തിപരമായിട്ട് വെളിപ്പെടുത്തും, നാം ആയിരിക്കുന്ന സമൂഹത്തിൽ വെളിപ്പെടുത്തും, നാം ആയിരിക്കുന്ന രാജ്യത്തിൽ വെളിപ്പെടുത്തും, നാം ആയിരിക്കുന്ന പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിക്കോട്ടെ, റിലീജിയസ് ഇഷ്യൂ ആയിക്കോട്ടെ, എവിടെയും വെളിപ്പെടുത്തുവാൻ കർത്താവിന് സ്വർഗത്തിലും ഭൂമിയിൽ സകല അധികാരമുണ്ട്. അവൻ സ്വർഗത്തിലും ഭൂമിയിൽ സകല അധികാരമുള്ളവനായി സ്വർഗത്തിലും മഹിമയുടെ വലത്തുഭാഗത്ത് വാഴുന്നത് പോലെ അവന് ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിച്ച് നമ്മുടെ ഫ്രീ വില്ലിനെ അവന് കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ചു കൊടുത്താൽ, സ്തോത്രം, നമ്മുടെ ബില്ലിനെ അവന് കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ചു കൊടുത്താൽ അതേ അധികാരം നമ്മളിൽ കൂടെ സ്വർഗത്തിലും ഭൂമിയിൽ അവൻ നടത്തും. ഇത് ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടാണ് പറഞ്ഞത്, വെറുതെ തിയറി പറയല്ല. ഇറ്റ് ഈസ് പോസിബിൾ, ഇറ്റ് ഈസ് പോസിബിൾ. രാജാക്കന്മാരെ മാറ്റണം, ഭരണങ്ങളെ മാറ്റണം, അധികാരികളെ മാറ്റണമോ, ദുഷ്ടദൂതന്മാർക്ക് ശിക്ഷ കൊടുക്കണമോ, വാഴ്ചയുടെ അധികാരങ്ങളെ മാറ്റണമോ, ഇതെല്ലാം വെറുതെ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നതല്ല. സ്തോത്രം, ഇതെല്ലാം റിയൽ ഇപ്പോൾ നടക്കുന്നതാണ്. അതിന് വലിയ തിയോളജി ഡോക്ടറേറ്റ് ഒന്നും വേണ്ട. ജസ്റ്റ് സമർപ്പണം. കർത്താവെ ഉയർത്തെന്നിട്ട് വേറൊരാകരുത്. അമ്മേ സ്തോത്രം. അത് റോമൻസ് ചാപ്റ്റർ 7 പറയുന്നത് പോലെ ഉയർത്തെഴുന്നേറ്റ് വേറൊരുവനാകേണ്ടതിന്. നമ്മൾ പാപത്തിൻ്റെ ദാസന്മാരായിരുന്നു. അതിൽ നിന്നും പ്രായശ്ചിത്തത്തിലുള്ള വിശ്വാസത്തെ നമ്മൾ വീണ്ടെടുത്തുകൊണ്ട് ആമേ സ്തോത്രം, ദൈവ കുടുംബത്തിൽ ജനിച്ചവരാക്കി തീർത്ത് ക്രിസ്തുവിനെ ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിക്കുമ്പോൾ ദൈവ കുടുംബത്തിൽ ജനിച്ചവരാക്കി തീർത്ത് ആമേ ക്രിസ്തു ഇപ്പോൾ എവിടെയായിരിക്കുന്ന അതേ ആത്മീക അവസ്ഥയിലാണ് നമ്മളെ ആക്കിയിരിക്കുന്നത്. ഇത് വിശ്വാസത്താലാണ് പ്രവർത്തിക്കുന്നത്. വിശ്വാസത്താൽ. ഇന്ന് ബ്ലൈൻഡ് വിശ്വാസത്താൽ. പേഴ്സൺ, ക്രിസ്തു എന്ന് പറയുന്ന വ്യക്തിയാണ്. ആത്മാവിൽ നമ്മളിൽ വെളിപ്പെട്ട് നമ്മളിലും നമ്മിൽ കൂടെ അവൻ പ്രവർത്തിക്കും. സ്തോത്രം. ഇത്തരം കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ബലപ്പെടുത്താൻ പറയും. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു നമുക്ക് സമകാലികമായിട്ടുള്ള ചില വിഷയങ്ങൾ, അതായത് ഞാൻ ഇസിക്കേൽ പറഞ്ഞ പുസ്തകം 38 ചാപ്റ്ററും അതേപോലെ തന്നെ വേൾഡിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള സംഭവങ്ങൾ വേൾഡ് ടുഡേ എന്ന് പറഞ്ഞുകൊണ്ട് ഏകദേശം ഒരു 10-40 എപ്പിസോഡുകൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 4-5 വർഷം 2021 ആരംഭിച്ചത്. അതിനിടയ്ക്ക് 50-ഓളം എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഞാൻ വീണ്ടും പറയുന്നത്, ഇതൊരു ജിയോ പൊളിറ്റിക്കൽ ചാനലല്ല, ഒരു ക്രിസ്ത്യൻ ചാനലാണ്. പക്ഷേ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ്, അതേപോലെ തന്നെ ഫിനാൻഷ്യൽ ഇഷ്യൂസ്, എക്കണോമിക്കൽ ഇഷ്യൂസ്, ഇത്തരം കാര്യങ്ങൾ ദൈവസഭയെ എങ്ങനെ ബാധിക്കുന്നു, ക്രിസ്തുവിൻ്റെ വരവിൻ്റെ അടയാളങ്ങളായിട്ട് എങ്ങനെ സംഭവിക്കുന്നു, ഇക്കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി മാത്രമാണ് ഈ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്കിട്ടൊന്ന് ദൈവസഭയെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മുടെ ഒരുക്കത്തിൽ ഉണർവുള്ളവരായിരിക്കത്തക്ക വേണം. അനേകർ ഈ പോരാട്ടങ്ങളിൽ മടുത്ത് കിടക്കുന്നവരുണ്ട്, മുടന്തിപ്പോയിട്ടുള്ളവരുണ്ട്, വിശ്വാസത്യാഗം സംഭവിച്ചിട്ടുള്ളവരുണ്ട്. അവരുടെ ഹൃദയത്തിൽ ആഗ്രഹം നടന്നു കിട്ടാതിരിക്കുമ്പോൾ കർത്താവ് പറയുന്നത്, യശയ്യാപ്രവചനത്തിൽ പറയുന്നത് പോലെ, നിങ്ങളുടെ വിചാരങ്ങളെക്കാളും എൻ്റെ വിചാരങ്ങളും നിങ്ങളുടെ വഴികളെക്കാൾ എൻ്റെ വഴികളും ആകാശം ഭൂമിക്കും ഇത് ഉയർന്നിരിക്കുന്ന പോലെ ഉയർന്നിരിക്കുന്നതാണ്. എന്നിരിക്കെ തന്നെയും പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ കണക്കൂട്ടൽ നടക്കാതെ വരുമ്പോൾ പലപ്പോഴും ദൈവമുണ്ടോ, ഇതൊക്കെ ബോഷ്കാണോ, ചിന്തയാണോ, മനുഷ്യനോ, ശത്രു വല്ലാതെ തന്ത്രപൂർവ്വം പ്രവർത്തിച്ച് കളയും. ഇത് അനേകർക്ക് സംഭവിക്കുന്നുണ്ട്. ഇതെല്ലാം ആത്മാവിലും മനസ്സിലാക്കിയിട്ടാണ് ഞാൻ. അപ്പോൾ ഈ പ്രവചനങ്ങൾ, പഴയ നിയമത്തിലെ പ്രവചനങ്ങൾ ഇന്ന് സമകാലികമായിട്ട്, അതായത് ഇന്ന് എന്താ പറഞ്ഞ് സ്തോത്രം അപ് ടു ഡേറ്റ് ആയിട്ട് റീസെൻറ്റ് ടൈമിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നിടയ്ക്കൊന്ന് ബോധ്യപ്പെടുത്തുവാൻ, അങ്ങനെ വിശ്വാസത്തിലൊന്ന് ഉണർവ് വരുവാൻ തക്കവണ്ണമാണ് ഈ കാര്യങ്ങൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് സിക്കേൽ 38 ആൻഡ് ദ വേൾഡ് ടുഡേ ഇന്ന് ജൂലൈ മാസം 2026 24 നടന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്യാണ്. അധികം ഡീറ്റെയിൽസിക്ക് ഞാൻ പോകുന്നില്ല. ഇത്രയും എപ്പിസോഡ് ഇതിൻ്റെ ആരംഭങ്ങൾ എങ്ങനെയാണ് സിക്കെ 38 ഇവരെ ഗോത്രങ്ങളായിരിക്കുന്ന, അതുപോലത്തെ ഗോഗ്, മഹോഗ്, അങ്ങനെയുള്ള പേരുകളൊക്കെ എങ്ങനെ വന്നു, എങ്ങനെയാണ് ഇതിൻ്റെ ആരംഭം, അതായത് നോഹയുടെ 3 പുത്രന്മാരിൽ നിന്നും അതെ ഇവർ സ്പ്ലിറ്റായി ഓരോരോ
ഭാഷകളായിട്ട് വേർതിരിഞ്ഞ് വരുന്ന സമയത്ത് ഗോത്രങ്ങളുടെ പേര് ഇന്നത്തെ പുതിയ കൺട്രികളുടെ പേരുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്ന വിഷയങ്ങളൊക്കെ പഴയ എപ്പിസോഡുകളിലുണ്ട്. ആർക്കും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ പ്ലേ ലിസ്റ്റിൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. കുറേ എപ്പിസോഡുകളുണ്ട്, കുറച്ചൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നത്തെ റീസെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പോഴത്തെ പലപ്പോൾ നമ്മൾ ചിന്തിക്കും ഈ യുക്രൈനും റഷ്യയുമായിട്ടുള്ള യുദ്ധത്തിൽ ദൈവസഭയ്ക്ക് എന്താ കാര്യമുള്ളെന്ന്. പക്ഷേ റഷ്യ ഇനി വരാൻ പോകുന്ന ഇസ്രായേലുമായിട്ടുള്ള ഒരു യുദ്ധത്തിൽ ഒരു കീ പേഴ്സൺ, അതാണ് ഗോഗ് മാഗോഗ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ യുക്രൈനും റഷ്യയുമായിട്ട് യുക്രൈൻ നോക്കുമ്പോൾ റഷ്യൻ പുടിന് കരുതിയിരിക്കുന്നത് വേണമെങ്കിൽ 1 മാസം കൊണ്ട് 2 മാസം കൊണ്ട് യുക്രൈനെ ടോട്ടൽ അവർക്ക് ഇൻവൈഡ് ചെയ്യാമെന്നൊരു പ്ലാനായിരുന്നു. പക്ഷേ ഇപ്പോൾ 3 വർഷം കഴിഞ്ഞു. യുക്രൈൻ്റെ ആക്രമണത്തിൽ റഷ്യൻ്റെ റിഫൈനറികളിൽ ഏകദേശം 20 to 40% ഓയിൽ റിഫൈനിങ്, അതായത് ക്രൂഡ് ഓയിലിനെ റിഫൈൻ ചെയ്ത് പെട്രോൾ, ഡീസൽ, അങ്ങനെ ഹൗസ് ഹോൾഡ് നമുക്ക് നിത്യോപയോഗ സാധനങ്ങളായിട്ട് കൺവേർട്ട് ചെയ്യുന്ന റിഫൈനറിയിൽ 20 to 40% ഡാമേജ് വന്നിട്ടുണ്ട്. സ്തോത്രം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അടുത്തിടെയായിട്ട് സ്തോത്രം ഇന്ത്യ റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. എന്നാൽ ശുദ്ധീകരിച്ച റിഫൈൻ ചെയ്ത പെട്രോൾ, ഡീസൽ മുതലായ പ്രൊഡക്ഷനുകളെ ഇന്ത്യയിൽ നിന്നും റഷ്യയിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ഏകദേശം ഇപ്പം അടുത്ത് തന്നെ 660,000 മെട്രിക് ടൺസ് പെട്രോള് അടുത്തിടെയായിട്ട്, ഇതെല്ലാം ഞാൻ രേഖകളിൽ നിന്ന് വെറുതെ എൻ്റെ അസംഷനല്ല, സ്തോത്രം, രേഖകൾ പരിശോധിച്ചിട്ടാണ് പറയുന്നത്. സ്തോത്രം. നമ്മുടെ ഗുജറാത്തിലുള്ള വാഡിന റിഫൈനറിയിൽ നിന്നും 60,000 മെട്രിക് ടൺസ് ഓഫ് പെട്രോള് അടുത്തിടെയായിട്ട് ഡിസ്പാച്ച് ചെയ്ത് റഷ്യയിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ റഷ്യ ഇന്ത്യയിൽ നിന്ന് ഓയിൽ എടുക്കേണ്ട, അവർ നിത്യോപയോഗത്തിന് വേണ്ടി പെട്രോൾ എടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലേക്ക് കടന്നു വന്നു. ഇതെന്തിനാണ് സൂചിപ്പിക്കുന്നത്? സ്തോത്രം. നമ്മൾ നോക്കുമ്പോൾ അതേ സമയത്ത് ഇസ്രായേലിൽ ഇപ്പം അടുത്തിടെയായിട്ട് റിസർച്ചുകൾ കണ്ടുപിടിച്ചിരിക്കുന്നത് സ്തോത്രം, ഇപ്പോൾ ഓൾറെഡി അവർക്ക് പ്രധാനപ്പെട്ട 3 റിഫൈനറികൾ ആണുള്ളത്. അത് അതിനകത്ത് ഏറ്റവും വലുതാണ് ലിവ്യാറ്റാൻ എന്ന് പറഞ്ഞിരിക്കുന്നത്, ഓഫ് ഷോറിലുള്ളത്. അതിൻ്റെ ചിത്രം നമ്മുടെ കാണുന്നത്. അതുപോലെ തന്നെ വേറെ 2 കൂടിയുണ്ട്. അതിനേക്കാൾ അധികമായിട്ട് 400 ബില്യൺ ക്യൂബിക് മീറ്റേഴ്സ് ഓഫ് നാച്ചുറൽ ഗ്യാസ്, ക്രൂഡ് ഓയിലല്ല, നാച്ചുറൽ ഗ്യാസ് ഡയറക്റ്റ് കുഴിച്ചെടുത്തു കഴിഞ്ഞാൽ, അല്പമായിട്ടുള്ള റീപ്രോസസ്സിങ് നടത്തി കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് LPG ആയിട്ട് മറ്റു കാര്യങ്ങൾ ഉപയോഗിക്കുന്ന നാച്ചുറൽ ഗ്യാസ് 400 ബില്യൺ ക്യൂബിക് മീറ്റേഴ്സ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് അതിന് ടെൻഡറുകളെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് റഷ്യയിൽ ഓയിലിന് ക്ഷാമം വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതേ സമയത്ത് മെഡിറ്ററേനിയൻ സീയുടെ ഭാഗങ്ങളായിരിക്കുന്ന ഇസ്രായേലിൻ്റെ ഭാഗങ്ങളിലൊക്കെയും സ്തോത്രം വളരെ അധികമായിട്ടുള്ള ഒരു നാച്ചുറൽ ഗ്യാസിൻ്റെ റിസോഴ്സ് കണ്ടെത്തിയിരിക്കുകയാണ്. ഇത് ഇസക്കേൽ പ്രവചനത്തിൻ്റെ 38-ാം 13-ാം വാക്യത്തിൽ സെബ ദേദർ എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യ. ഈ പേരുകളൊക്കെ എങ്ങനെ വന്നെന്ന് ഞാൻ പറഞ്ഞു, നേരത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ളതാണ്. അവർ ഗോഗ് മഗോഗ് റഷ്യ തന്നെ, ടർക്കി, ഇറാന്, അതുപോലെ തന്നെ ഈസ്റ്റ് യൂറോപ്പ്, ലിബിയ എന്നീ രാജ്യങ്ങളെയൊക്കെയും കൂട്ടിച്ചേർത്തുകൊണ്ട്, അതിൻ്റെ ഒരു ചിത്രം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, കൂട്ടിച്ചേർത്തുകൊണ്ട് ഇസ്രായേലിനായിട്ടൊരു ആക്രമണം പുറപ്പെടുവിക്കുന്ന സമയത്ത് സൗദി അറേബ്യയോട് ചോദിക്കുന്ന ചോദ്യമാണ്, നീ എന്തിനാണ് കടന്നത്? ഈ കാര്യങ്ങളൊക്കെ മോഷ്ടിക്കാൻ വേണ്ടിയല്ലയോ? അന്നത്തെ ലാംഗ്വേജിൽ പറഞ്ഞിരിക്കുന്നത് ലൈഫ് സ്റ്റോക്ക് ആൻഡ് ഗുഡ്സ് മോഷ്ടിക്കാനുള്ളതെന്ന്. അന്ന് പ്രവചിക്കുന്ന സമയത്ത് ഏകദേശം 2700 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ കാര്യങ്ങൾ പ്രവചിക്കുന്നത്, സെക്കേൽ പ്രവചിക്കുന്നത്, ബാബിൽ പ്രവചിച്ച സമയത്ത്. അപ്പോൾ അന്ന് മനുഷ്യർക്ക് മനസ്സിലാകുന്ന ലാംഗ്വേജ് അങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ വളരെ വ്യക്തമായി കൊണ്ടിരിക്കുകയാണത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, സെബ അറുൽ ദേദൻ അല്ലെങ്കിൽ സൗദി അറേബ്യ, ഇപ്പോൾ നിങ്ങൾക്ക് ഈ സമകാലിക പൊളിറ്റിക്കൽ ഇഷ്യൂസൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന സമയത്ത് സൗദി അറേബ്യ ഇസ്രായേലിനോട് ചേർന്ന് വന്നുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. അബ്രാഹം അക്കോർഡിലൊക്കെ സൈൻ ചെയ്യാൻ തക്കവണ്ണം ചില ഇഷ്യൂസ് കൂടെ മാറിക്കഴിഞ്ഞാൽ അതിനൊക്കെ തയ്യാറാണ് അവർ. സ്തോത്രം. ഈ പലസ്തീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇഷ്യൂ മാറിക്കഴിഞ്ഞാൽ അത് തയ്യാറാണ്. അതിപ്പോൾ തന്നെ UAE തയ്യാറാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി വരും. റഷ്യ ആക്രമിക്കുമ്പോൾ
സൗദി അറേബ്യ ചോദിക്കുന്ന ഒരു കാര്യമാണ്, നീ ഇതെല്ലാം മോഷ്ടിക്കാൻ വേണ്ടിയല്ല വന്നിരിക്കുന്നത്. അതായത് റഷ്യയിൽ യുക്രൈൻ റഷ്യ വാറിനോട് ചേർന്ന് ഈവൻ ഡൊമസ്റ്റിക് പർപ്പസിന് അല്ലെങ്കിൽ നോർമൽ പർപ്പസിന് ആവശ്യമായിട്ടുള്ള പെട്രോൾക്ക് പോലും 20-40% റിഫൈനിങ് കപ്പാസിറ്റി കുറഞ്ഞിരിക്കുമ്പോൾ ഇന്ത്യയിൽ നിന്ന് അവർ ഇമ്പോർട്ട് ചെയ്യേണ്ട അവസ്ഥ വന്നിരിക്കുകയും അതേ സമയത്ത് ഇസ്രായേലിൽ വെരി ഹ്യൂജ് എമൗണ്ട് ഓഫ് നാച്ചുറൽ ഗ്യാസ് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പുട്ടിൻ്റെ കണ്ണ് തീർച്ചയായിട്ടും ഇസ്രായേൽ മേലേക്ക് പതിക്കും. ഇത് പ്രവചനത്തിൻ്റെ ഒരു പൂർത്തീകരണത്തിൻ്റെ ചെറിയൊരു ഹിൻ്റാണ്. അടുത്ത ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത് അമേരിക്കൻ സെനറ്റർ ലിൻഡ്സി ഗ്രഹാമിൻ്റെ ചിത്രമാണ്. കഴിഞ്ഞ 10-ാം തീയതിയായിരുന്നു അദ്ദേഹം യുക്രൈൻ സന്ദർശിച്ചത്. യുക്രൈൻ സന്ദർശിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വ്ളാഡിമിർ പുടിൻ, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് അറിഞ്ഞാൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പുടിന് എതിരായിട്ട് ഏതൊരു ശബ്ദം ഉയരുന്നോ 1-2 മാസങ്ങൾക്കുള്ളിൽ അത് ഈ ഭൂമണ്ഡലത്തിൽ മാറ്റപ്പെട്ടിരിക്കും. അവൻ്റെ അധികാരികളെ തന്നെ, അവൻ്റെ കീഴ്പ്പെടിലുള്ളവർ തന്നെ, അവർ വിശ്വസ്തരായി സേവിച്ചവർ തന്നെ ഒരു വാക്ക് പോലും അവനെതിരായിട്ട് നിന്ന് കഴിഞ്ഞാൽ വലിയ വലിയ റിഫൈനറി ഉടമസ്ഥരെ പോലും അവൻ മേറ്റി കളഞ്ഞിട്ടുണ്ട്. ലിൻഡ്സി ഗ്രഹാം യുക്രൈൻ സന്ദർശനത്തിനിടയ്ക്ക് അവിടെ വെച്ച് ഡിസ്കഷൻ നടന്നിട്ട് ഒരു സ്പീച്ച് കൊടുക്കുന്നുണ്ട്. ആ സ്പീച്ച് ഞാൻ കുറച്ചായിട്ടൊന്ന് കേൾപ്പിക്കാം നിങ്ങളെ. ആ കൊടുക്കുന്ന സമയത്ത് How are you? Good. Older. But no wiser. Good to see you. Thank you. About your intel folks, I would recommend that you send them over. I'm pleased to announce, as of about 30 minutes ago, we've reached agreement with the White House on a version of the Russian sanctions bill that they will support. It means it's going to become law. So when I get back to Washington, I'm going to go with Senator Blumenthal to the Republican and Democratic leader to see if we can find time to move this Russian sanctions package that would give tools to President Trump. ഇങ്ങനെ സ്പീച്ച് കൊടുത്ത് അമേരിക്ക തിരിച്ചു വരുന്ന പിറ്റേ ദിവസം, അതായത് 11th ജൂലൈ, അദ്ദേഹം മേജർ സഡനായിട്ടൊരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. ഇവരൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും ഹെൽത്ത് റിപ്പോർട്ട് ചെയ്യുന്നതും സെർച്ച് ചെയ്യുന്നതും ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഇല്ലാതിരുന്ന 71 വയസ്സ് പ്രായമുള്ള ലിൻഡ്സി ഗ്രഹാം സഡൻ ഡെത്ത് നടക്കായിരുന്നു. അതിൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് ഫൈനൽ ഒഫീഷ്യലായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടെങ്കിൽ തന്നെയും ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അറോട്ടിക് ഡിസീസ് എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് മനുഷ്യഹൃദയത്തിൻ്റെ ഹാർട്ട് പമ്പ് ചെയ്യുന്ന മെയിൻ ആർട്ടറിയുടെ ഒരു ചിത്രമാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അതിനകത്ത് റാപ്ചർ സംഭവിക്കുക അല്ലെങ്കിൽ ടീർ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ കാണുന്നത്. അതാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പക്ഷെ ഔദ്യോഗികമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ റഷ്യക്കെതിരെ എക്സ്പോർട്ട് കാര്യങ്ങൾക്ക് പുതിയ സാങ്ഷൻസ് കൊണ്ടുവരും. യുക്രൈനിൽ ഇരിക്കുമ്പോൾ സമയത്ത് തന്നെ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു. ലിൻഡ്സി ഗ്രഹാം അമേരിക്കയിലെത്തിയ ഉടനെ തന്നെ അത് സെനറ്റിൽ കോൺഗ്രസ്സിൽ അത് പാസ്സാക്കി എടുക്കും എന്ന് പറഞ്ഞ് കേട്ട പിറ്റേ ദിവസമാണ് ലിൻഡ്സി ഗ്രഹാം മരിക്കുന്നത്. വ്ളാഡിമിർ പുടിനെ കുറിച്ച് കുറച്ച് അറിവുള്ളവർക്ക് ഈ കാര്യം പെട്ടെന്ന് മനസ്സിലാകും. സ്തോത്രം. അത് അവിടെ നിൽക്കുമ്പോൾ ഇപ്പോൾ റീസെൻ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അതുപോലെ തന്നെ ഇറാനുമായിട്ടുള്ള വാറ് പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യേണ്ട ചില പോയിന്റുകൾ ഞാൻ മാത്രം പറഞ്ഞു. ഇന്ന് ഫെബ്രുവരി 2026 ഫെബ്രുവരി 28-ാം തീയതിയാണ് വാർ തുടങ്ങിയത്. അന്ന് US-ഉം ഇസ്രായേലിനും കൂടെ കമ്പൈൻഡായിരുന്നു വാർ ആരംഭിച്ചത്. ഇറാൻ്റെ സുപ്രീം ലീഡറായിരിക്കുന്ന അയത്തുള്ള അലി ഖൊമൈനിയെ വധിച്ചിട്ട് അതുകൂടെ തന്നെ അനേക സയൻറ്റിസ്റ്റുകൾ, അവിടെ മിലിറ്ററി ലൈനിലുള്ള സീനിയർ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ഒരേ സ്പോട്ടിൽ തന്നെ വധിച്ചുകൊണ്ടായിരുന്നു ഫസ്റ്റ് ഡേയിൽ ബോംബിംഗ് തുടങ്ങിയത്. അവിടെ പിന്തുടർച്ചക്കാരനായ മുസ്തഫ ഖൊമൈനി ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് പോലും ഇന്ന് വരെ വ്യക്തിപരമായിട്ട് തെളിവുകളൊന്നുമില്ല. പല ലെറ്ററുകൾ അങ്ങനെ കൊടുക്കുന്ന കാര്യമുണ്ട്. അതിനുശേഷം പല നെഗോസിയേഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലതും പോയി അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേട്ടങ്ങൾക്ക് നീട്ടിക്കൊണ്ട് നോക്കി. ഇതിൻ്റെ പുറകിലൊക്കെ അനേക കാര്യങ്ങളോട് ഞാൻ അവിടേക്ക് ചിന്തിക്കാൻ പോകുന്നില്ല. അതിനുശേഷം ഇന്ന് 13ാമത്തെ ദിവസമാണ് ഒരു MOU സ്വിറ്റ്സർലൻഡ് വെച്ചിട്ട് ടെമ്പററി ഒരു ഡിസ്കഷന് വേണ്ടിയിട്ട് ഒരു സീസ് ഫയർ നടത്തുകയും എന്നാൽ ഇറാൻ ഒമാനെ ഗൾഫ് ഓഫ് ഒമാനിലുള്ള ചില ഷിപ്പുകളെ ആക്രമിച്ചു മുഖാന്തരം അമേരിക്ക വീണ്ടും ഇറാനിൽ ആക്രമണം തുടങ്ങി. ഇറാനകത്ത് തന്നെ
രണ്ട് രീതിയിലാണ്. ഒന്ന് IRGC, ഇസ്ലാമിക് റെവല്യൂഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒന്ന്, മറ്റൊന്ന് അവരുടെ പൊളിറ്റിക്കൽ ബ്രാഞ്ച്. ഈ പൊളിറ്റിക്കൽ ബ്രാഞ്ച് സമാധാനത്തോടെ ഉണ്ടാക്കി ജീവിക്കാനാണ് അവിടുത്തെ ദാരിദ്ര്യം അത്രമാത്രമായി ഉയർന്നിരിക്കുകയാണ്. എന്നാൽ ഇസ്ലാമിക് റെവല്യൂഷൻ ഇസ്ലാം മതത്തെ ഭൂലോകത്തിലെങ്ങാട് എത്തിക്കുക എന്നുള്ള അവരുടെ പ്രതിജ്ഞയാണ്. മാർട്ടിയേഴ്സ് എന്നവർക്ക് ഒരു വിഷയമല്ല, കൊല്ലപ്പെടുന്നവർക്ക് വിഷയമല്ല, അവരുടെ ജനം കൊല്ലപ്പെടുന്നൊരു വിഷയമല്ല, ദാരിദ്ര്യത്തിൽ പോകുന്നവർക്ക് വിഷയമല്ല. അവർക്ക് ഇസ്ലാം മതത്തെ ഭൂലോകത്തിൽ നിന്ന് എത്തിക്കണം. അതിനകത്ത് ഏറ്റവും ആദ്യമായിട്ട് അവർ ചെയ്യാൻ പോകുന്നത് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ഇസ്രായേലിനെയാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു വരുന്നതൊക്കെ മാപ്പുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ 12ാമത്തെ ദിവസം, ഇന്ന് 13ാമത്തെ നൈറ്റാണ് അമേരിക്ക ഇറാൻ്റെ മേൽ ബോംബിങ് നടക്കുന്നത്. അതേ സമയത്ത് ഇറാൻ തിരിച്ചാക്രമിക്കുന്ന ഒരു കാര്യങ്ങളാണ് ഞാൻ ഈ പിങ്ക് കളറിൽ റൈറ്റ് സൈഡിലുള്ള ചിത്രങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ഈ പിങ്ക് കളറിൽ കൊടുത്തിരിക്കുന്ന ഈ ഭാഗ്യങ്ങൾ. അതായത് ഇറാനിൽ നിന്നും കുവൈറ്റ്, ജോർദാൻ, ഇറാഖിൻ്റെ കുറച്ച് ഭാഗങ്ങൾ, അതുപോലെ തന്നെ ബഹ്റിൻ, ഇവിടെയുള്ള അമേരിക്കൻ ബേസുകളെയാണ് ആക്രമിക്കുന്നത്. കഴിഞ്ഞ ദിവസം ജോർദാനിൽ 4 അമേരിക്കൻ സോൾജേഴ്സ് സർവീസ്മാൻ കൊല്ലപ്പെടുകയുണ്ടായിരുന്നു. അതിനുശേഷം അമേരിക്കയുടെ ആക്രമണം വളരെ തീവ്രമായി തീർന്നു. ഈ ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇറാനിൽ നിന്നും കൂട്ടമായിട്ട് കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് ഒരേ സമയത്ത് 319 മിസൈലുകളും 1200ഓളം ഡ്രോൺസും അയച്ചിട്ട് ഇസ്രായേലിൻ്റെ ഡിഫൻസ് സിസ്റ്റത്തെ, അവർക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ, കുറച്ച് അറിയാമെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അയൺ ഡ്രോം, അതുപോലെ ഡേവിഡ് സ്ലിങ്, ഇപ്പോൾ പുതുതായിട്ട് അവർ ലേസർ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാം കൺഫ്യൂസ് ചെയ്യത്തക്കവണ്ണം ഉള്ളതാണ് അവരുടെ പദ്ധതികൾ. അതിനൊക്കെ ഡിഫെൻഡ് ചെയ്തിരുന്നത് ഈ അമേരിക്കൻ, ജോർദാൻ, അതുപോലെ തന്നെ ഇറാഖ്, കുവൈറ്റ്, ബഹ്റിൻ എന്നുള്ള ഡിഫൻസീവ് സിസ്റ്റങ്ങളായിരുന്നു അവരുടെ മിസൈലുകളെ ഡിഫെൻഡ് ചെയ്ത് ആക്രമിച്ചു വീഴ്ത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അവർ ഇസ്രായേലിനെ ആക്രമിക്കാതെ, അതുപോലെ തന്നെ സൗദി അറേബ്യ, UAE, ഒമാനെ ഒന്നും ആക്രമിക്കാതെ ഈ 12 ദിവസങ്ങളായിട്ട് ഇസ്രായേലിലേക്ക് വരുന്ന മിസൈലുകളെ തടയുന്നതായിട്ടുള്ള അമേരിക്കൻ ബേസുകളെ അല്ലെങ്കിൽ അവരുടെ ഡിഫൻസ് സിസ്റ്റങ്ങളെയാണ് ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇറാൻ പ്ലാൻ ചെയ്യുന്നത്, മനസ്സിലാക്കണം, ഇറാൻ പ്ലാൻ ചെയ്തത് ഒരു മാസീവായിട്ടുള്ള അറ്റാക്ക് ഇസ്രായേലിന്മേൽ നടത്തുമ്പോൾ ജോർഡാനിലുള്ള ഡിഫൻസ് സിസ്റ്റത്തിന്, ഇറാഖിലുള്ള ഡിഫൻസ് സിസ്റ്റത്തിന്, കുവൈറ്റിലുള്ള ഡിഫൻസ് സിസ്റ്റത്തിന്, ബഹ്റിനിലുള്ള ഡിഫൻസ് സിസ്റ്റത്തിന് ഇവയെ ഒരുമിച്ച് തടയാൻ പറ്റാത്ത അവസ്ഥ വരികയും ഇസ്രായേലിൻ്റെ ടോട്ടൽ ഡിഫൻസ് സിസ്റ്റത്തിന് തടയാൻ പറ്റാത്തൊരവസ്ഥ വരും. അങ്ങനെ ഒരു അവസ്ഥയ്ക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് അനേക പൊളിറ്റിക്കൽ ഈ യുദ്ധങ്ങളെക്കുറിച്ച് പഠിച്ചുകൊണ്ട് അനാലിസിസ് ചെയ്യുന്ന ഒരു അനാലിസിസ് ബേസിട്ടാണ് ഞാൻ പറഞ്ഞത്. അതേ സമയത്ത് ഇസ്രായേൽ ഗാസയിലും അതേപോലെ തന്നെ ലെബനാനിലുള്ള ഹെസ്ബോളയും വളരെ ശക്തമായി ആക്രമണം നടത്തി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇസ്രായേൽ ഇങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ ഗാസയിൽ നിന്നും അതേസമയത്ത് ഹെസ്ബോളിൽ നിന്നൊരു ആക്രമണം ഉണ്ടായാൽ ഇസ്രായേലിനെ ഡിഫെൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. ഇവിടെ ഇറാൻ്റെ പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിനെ ഭൂമണ്ഡലത്തിൽ നിന്ന് തുടച്ചു മാറ്റുക. ഈ സമയം, ഇങ്ങനെ ഒരു വാറ് നടക്കുന്ന സമയത്താണ് ഇസക്കേൽ പ്രവചനം 38-ാം അധ്യായത്തിൻ്റെ 14 അല്ലെങ്കിൽ 17 വാക്യങ്ങൾ പറയുന്നത്. 14 പറയുന്നത് ഇസ്രായേൽ സമാധാനത്തോടെ ആയിരിക്കുന്ന സമയത്തെന്നാണ്. ഇപ്പോൾ സമാധാനത്തോടെ സമയമല്ല. എന്നാൽ റഷ്യയുടെ നേതൃത്വത്തിൽ, അപ്പം ആദ്യത്തെ കാര്യം ഞാൻ റഷ്യയുടെ കാര്യം പറയാൻ കാരണം റഷ്യയുടെ എനർജി മാർക്കറ്റ് അത്രമാത്രം ഡൗൺ ആയി. ഒരു കൺട്രിയുടെ 20% തുടങ്ങി 40% അവരുടെ റിഫൈനിങ് കപ്പാസിറ്റി പോയി. അവർക്ക് വേണ്ടിയിട്ടുള്ള പെട്രോൾ പോലും ഇന്ത്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യേണ്ട അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ക്രിട്ടിക്കലായിരിക്കുന്ന ഒരവസ്ഥയാണ്. യുദ്ധം ഇപ്പോഴും തീർന്നിട്ടില്ല. യുക്രൈൻ വളരെ ശക്തമായിട്ട് ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. റഷ്യയും യുക്രൈൻ ആക്രമിക്കുന്നുണ്ട്. ഞാൻ റഷ്യയുടെ കാര്യം എടുക്കാൻ കാരണം ഇസക്കേൽ പ്രവചനത്തിൽ വരുന്ന ഒരു മാറ്ററാണ് റഷ്യ. സ്തോത്രം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത്, അതേ സമയത്ത് ഇസ്രായേലിൽ നാച്ചുറൽ ഗ്യാസിൻ്റെ വലിയതായിട്ടുള്ള റിസോഴ്സ് കണ്ടെടുക്കുമ്പോൾ കൊച്ചൊരു കൺട്രിയാണ് ഇറാനെയും ടർക്കിയും. ഇസ്രായേലിൻ്റെ മേളിൽ കിടക്കുന്നതാണ് ടർക്കി. അതേപോലെ തന്നെ ഈസ്റ്റ് യൂറോപ്പ്, ലിബിയ, ഈ രാജ്യങ്ങളെയൊക്കെ എടുത്തുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കുന്ന സമയത്താണ് ഇസ്രായേൽ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. ഭൂമിയിലെ എല്ലാ രാജ്യങ്ങളെയും ബാധിക്കത്തക്കവണ്ണോ വലിയൊരു ഭൂകമ്പം. നമ്മളൊരു സുനാമി കണ്ടവരാണ്. അതുപോലെ സുനാമി ഉണ്ടായാൽ എല്ലാ വേൾഡ് ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റങ്ങൾ, ഇൻ്റർനെറ്റ് സിസ്റ്റങ്ങൾ, ഇതെല്ലാം തകർന്നു പോകത്തക്കവണ്ണം ഒരു ഭൂകമ്പം ഉണ്ടാകാം.
ഈ സമയത്താണ് സഭ എടുക്കപ്പെടേണ്ടത്. വാക്യമുണ്ടോ എന്ന് ചോദിച്ചാൽ, അതിനുശേഷം എല്ലാ കൺട്രികളുടെയും എക്കണോമിക് സ്റ്റാറ്റസ് വളരെ വീക്കായിത്തീരുന്ന സമയത്ത് വേൾഡ് ആൻറ്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എതിർ ക്രിസ്തു വരും. എതിർ ക്രിസ്തു വരുന്നതിൻ്റെ അടയാളങ്ങളാണ് സ്തോത്ര, ഇതൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചിത്രമാണ്. ഇന്നത്തെ പ്രൈസ് ഇൻഡെക്സ് ഇപ്പോൾ കേരളത്തിൽ മാത്രം കഴിഞ്ഞ ഫെബ്രുവരി തുടങ്ങി ഇപ്പം ജൂലൈ മാസം 24-ാം തീയതിക്ക് വരേക്കുള്ള പ്രൈസ് ഇൻഡെക്സിൻ്റെ ഒരു ഗ്രോത്തിനെയാണ് ഞാൻ ഒരു ഗ്രാഫായിട്ട് കാണിച്ചിരിക്കുന്നത്. വലതുവശത്ത് കാണിച്ചിരിക്കുന്നതിൽ പെട്രോളിനും ഡീസലിനും വളരെ കുറച്ച് കാണിക്കുന്നത് 7 to 5%. അതായത് ഡീസലിന് ഒരു 7.1%, പെട്രോളിന് ഒരു 5.6% വർധന വന്നിട്ടുണ്ടെങ്കിലും ഫുഡ് ഐറ്റംസിൽ, അതായത് സീ ഫിഷിന് 45% പ്രൈസ് ഇൻക്രീസ്. നിങ്ങളിപ്പോൾ അടുത്ത ബ്രോയിലർ ചിക്കന് നിങ്ങൾക്ക് നമ്മുടെ ഡൊമസ്റ്റിക് പർപ്പസിന് ആവശ്യമുള്ള കാര്യങ്ങളാണ്. 47% ഈ 6 മാസത്തിനുള്ള പ്രൈസ് ഗ്രോത്താണ് ഞാൻ പറയുന്നത്. ബീഫിനാണെങ്കിൽ സ്തോത്രം ഒരു കഴിഞ്ഞ 2 മാസം മുമ്പ് 400 രൂപ ഉണ്ടായിരുന്നു, ഇപ്പോൾ 460 രൂപയായി. അതായത് ഇറാൻ US നടക്കുന്ന ആക്രമണത്തിൻ്റെ പ്രഖ്യാതങ്ങൾ നമ്മുടെ അടുക്കളയിലും നമ്മുടെ വാഹന സഞ്ചാരങ്ങളിൽ വരെയും എഫക്റ്റീവായിട്ടുണ്ട്. ഈ സമയത്ത് ലോകം എപ്പോഴും മനുഷ്യ ഹൃദയങ്ങൾ ഒരു സമാധാനമായ ഒരു ഭരണത്തിൻ്റെ കാംക്ഷ, ആഗ്രഹം ഡെവലപ്പാവും. ദാറ്റ് മീൻസ് എവറി സോൾ വിൽ സീക്ക് എ വൺ വേൾഡ് റൂളർ. ആ വൺ വേൾഡ് റൂളർ ആയിരിക്കും ഈ ആൻറ്റി ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെയും ഈ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ് ചാനലിൽ റിലേഷൻസ് ഓഫ് ക്രൈസ്റ്റ് ടു ദ ചർച്ച് എന്ന വിഷയത്തിൽ കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചാൽ, ഈ വിഷയം സഭ ഒരുക്കപ്പെടുവാനായിട്ട് അടുത്ത കാലഘട്ടങ്ങളിൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന അടയാളങ്ങൾ, ക്ഷാമം ഇപ്പം വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇറാൻ്റെ അനാലിസിസുകൾ പറയുന്നത് ഏകദേശം ഈ യുദ്ധം കുറച്ചുകൂടി നീണ്ടുപോയി കഴിഞ്ഞാൽ ഏകദേശം 8 ലക്ഷത്തോളം ഇറാനിയൻസ് റെഫ്യൂജികളായി തീരുമെന്ന്. ഇപ്പോൾ തന്നെ വെള്ളക്ഷാമമാണ്, കഠിനമായ വെള്ളക്ഷാമമാണ്. ആഹാരത്തിൻ്റെ വില, അവർ ഒരു $1 കൺവെർഷൻ വില 1,037,000 അല്ലെങ്കിൽ 13,70,000 കൂടുതലായി തീർന്നു ഒരു $1. ഇന്ത്യൻ കറൻസിയുടെ കൺവെർഷൻ ഇപ്പോൾ 86 രൂപ, മാർക്കറ്റ് റേറ്റ് 86 രൂപ 87 രൂപയുടെ അടുത്ത് നിൽക്കുമ്പോൾ ഇറാൻ്റെ ഒരു $, അമേരിക്കയുടെ ഒരു $, ഇറാൻ കറൻസി കൊണ്ട് വാങ്ങണമെങ്കിൽ 13,70,000 ഇറാനിയൻ റിയാൽ കൊടുക്കണം. അപ്പോൾ ചിന്തിച്ച് നോക്കണം, ഒരു കാറ് 10 ലക്ഷത്തിൻ്റെ ഒരു കാറ് വാങ്ങണമെങ്കിൽ എത്ര ബില്യൺ കൊടുക്കേണ്ടി വരും? അത്ര സാമ്പത്തിക അവസ്ഥ തകർന്നു പോയിട്ടും ഇസ്ലാമിക് റെവല്യൂഷൻ കോർപ്പ് തല താഴ്ത്താൻ സാധ്യമല്ല. അവരുടെ ടീച്ചിങ് അങ്ങനെയാണ്, അവരുടെ ഐഡിയോളജി അങ്ങനെയാണ്, മനുഷ്യ വലച്ച് കളഞ്ഞ ഐഡിയോളജി. അതൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ ചർച്ചുമായിട്ടുള്ള വിഷയത്തിൽ ഞാൻ പറഞ്ഞു ഇത്തരമാട്ടെ, അതായത് ക്ഷാമത്തിൻ്റെ ഭൂകമ്പം കഴിഞ്ഞ 2 വർഷം മുമ്പ് 2023 ടർക്കിയിലും സിറിയയിലും നടന്ന ഭൂകമ്പങ്ങളെക്കുറിച്ച് നമ്മൾ കണ്ടതാണ്. 84,000 ബിൽഡിങ്സ്, ടവർ ബിൽഡിങ്സാണ് തകർന്നു പോയത്. കണക്കില്ലാത്തവണ്ണം ആൾക്കാർ മരിച്ചുപോയി. ക്ഷാമം അടുത്ത 100 വർഷത്തിനുള്ളിൽ കാണാത്തൊരു COVID-19 നമ്മൾ അനുഭവിച്ച് കടന്നുപോയത്. ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ചു. ഇതെല്ലാം കണ്ടിട്ടും സഭയിൽ നിന്ന് വഷളത്വം പെരുകിയിരിക്കുകയാണ്. വഷളത്വം ആത്മാവിൽ വിവേചിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്, മനുഷ്യരുടെ വിശ്വാസികളുടെ വിശ്വാസം തകർന്നുകൊണ്ടിരിക്കുക. മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് പറഞ്ഞ വാക്യം വളരെ ആക്ഷരികമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം. അതിനിടയ്ക്കാണ് എന്നെപ്പോലെയുള്ള ചെറിയൊരു കൊച്ച് ടി വിയുടെ മുമ്പിൽ ഇരുന്നിട്ട് ഏറിപ്പോയി കഴിഞ്ഞാൽ 10-50 ആൾക്കാർ മാത്രം ഒരു യൂട്യൂബിൽ വീഡിയോ ഇട്ട് കാണും. അങ്ങനെയല്ല, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സുള്ള പ്രസിദ്ധന്മാരായ ഉപദേശിമാർ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഉപദേശങ്ങൾ കേട്ട് കഴിഞ്ഞാൽ വൺസ് സേവ്ഡ് ഓൾവേസ് സേവ്ഡ്, രക്ഷാഭദ്രത അങ്ങ് പ്രസംഗിച്ച് തകർത്തുകൊണ്ടിരിക്കുക. ഞാനൊരിടത്ത്
അദ്ദേഹത്തിൻ്റെ ഉപദേശം വെച്ച് പറയുമ്പോൾ പാസ്റ്റർ കേരളത്തിലെ ഏറ്റവും അംഗീകരിക്കപ്പെട്ട പാസ്റ്ററാണ്. പാസ്റ്റർ ആകെ 4-5 പേരുടെ ഉള്ളിലുള്ളൂ. കേരളത്തിലെ ഏറ്റവും അംഗീകരിക്കപ്പെട്ട ഒരു പാസ്റ്ററാണ് നിങ്ങൾ ഈ രക്ഷാഭദ്രതയെക്കുറിച്ച് അവർ പറയുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എന്താ, വൺസ് സേവ്ഡ് ഓൾവേസ് സേവ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാൽവിനിസം നേരെ പെന്തിക്കോസ്തും കൊണ്ട് പ്രസംഗിക്കുക. ആഭരണത്തിന് വേണ്ടി നല്ല ശ്വാസത്തിൽ ഇറങ്ങിത്തിരിച്ചവർ, ഒന്നും വേണ്ട, വീട് വിട്ടു, കൂട് വിട്ടു, നാട് വിട്ടു, ആമതയെ കൂട്ടും വിട്ടു എന്നൊക്കെ പറഞ്ഞ് പാട്ടുപാടി ഇറങ്ങിത്തിരിച്ചവർ ഇപ്പോൾ അമേരിക്കൻ്റെ ഫിൽത്തി ഇൻ്റലിജൻസ് തിയോളജിയായിട്ട് മാറ്റിയതിനെ വലിച്ചു വാരി തിന്ന് ഈ കൊച്ചു കേരളത്തിൽ കൊണ്ടു നടക്കാൻ നോക്കുക. അനേകർ രക്തം ചിന്തി കണ്ണീരൊഴുക്കിയ വിശ്വാസം വളർത്തിയൊരു ദേശമാണിത്. അവരൊക്കെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സമ്പാദിച്ചു, 4-5 തലമുറകൾക്കുള്ള സമ്പാദിച്ചു വെച്ചിട്ടാണ് ഇങ്ങനെ പിന്തിരിഞ്ഞു പോയിരിക്കുന്നത്. പക്ഷെ ദൈവസഭ, കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ആ വചനം നിവർത്തിക്കപ്പെടും. അൺകണ്ടീഷണൽ പ്രൊഫസിയാണത്. ഞാൻ എൻ്റെ സഭയെ പണിയും. ആരെല്ലാം എന്തെല്ലാം പേക്കൂത്തുകൾ പറഞ്ഞാലും അമേരിക്കൻ ഇൻ്റലിജൻസിനെ തിയോളജിയായിട്ട് ഇവിടെ കൊണ്ടുവന്നാലും ഇതൊന്നും കർത്താവിൻ്റെ പ്രവൃത്തിക്ക് പങ്കും വരികയില്ല. ദൈവസഭയോട് എനിക്ക് പറയാനുള്ളത്, ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ ഒരുങ്ങിയിരിപ്പിൻ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യമായ ദൈവമേ, സ്വർഗീയ പിതാവേ, എൻ്റെ സ്നേഹത്തിനായി കരുതനായ സ്തോത്രം. നിന്റെ ജനത്തൊരുക്കുവാൻ കർത്താവേ, നിനക്ക് സ്നേഹമുള്ളതിനായി, നിനക്ക് ദീർഘക്ഷമയുള്ളതിനായി നിന്റെ കൃപ കൊണ്ട് കവിഞ്ഞ് നിന്റെ ജനത്തെ പണിതെടുത്താട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലൈവായിട്ട് കേൾക്കുന്ന ജനത്തെ, യൂട്യൂബിൽ കേൾക്കുന്ന ജനത്തെ കർത്താവ് നീ ആകർഷിച്ചാട്ടെ. നിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇസ്രായേലിൽ നടക്കുന്ന അതിക്രമങ്ങൾ നീ കാണുന്ന കർത്താവ്, രാജാതിരാജാവ്, ഭൂരാജാക്കന്മാർക്ക് അധിപതിയായ നിന്റെ കർത്തൃത്വം വെളിപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭൂമണ്ഡലത്തിൽ നിന്റെ ജനത്തെ തുടച്ചു മാറ്റുമെന്ന് വാശിപ്പിടിച്ചിരിക്കുന്ന ഭൂരാജാക്കന്മാർ, മതങ്ങൾ, രാജ്യങ്ങൾ തന്നെ തുടച്ചു മാറ്റപ്പെടുമെന്നൊക്കെ വേണം നിന്റെ ശക്തി ഉയർന്നിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്തോത്രം. താങ്ക് യു.